ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമിങ്ങൾ ആയിരുന്നു. ഏറ്റവും വലിയ മഹാന്മാർ. പൊന്നാനിയിൽ നിന്ന് ഒരു മതവിധി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ മഹാത്മാ, വലിയ ആരിഫീങ്ങൾ, വലിയ മഹാത്മാ. പക്ഷേ ഞാൻ ആദ്യം നിങ്ങളോട് അറിയിച്ച ക്രമത്തിൽ ഏത് സാഹചര്യത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാകും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഖ്ദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആത്മീകളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടുന്നത് ഈ രാജ്യത്തിൽ ഉള്ള ആരിഫീങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആരിഫീങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. സന്തോഷഭരിതനായി മഹാനവറുകൾ 1 മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയും കൊണ്ട് ആ സംഘടനക്ക് വേണ്ടിയിട്ട് അതിന്റെ വർഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലക്കുള്ള മഹത്തായ സംഘടന നോക്കൂ. ആ സംഘടന അവിടുത്തെ ദീർഘദർശനം ചെയ്ത ക്രമത്തിൽ തന്നെ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായി ഏതെല്ലാം പാർട്ടികൾ കേരളത്തിൽ വന്നോ അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് അറിവ് നൽകി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇന്നതാണെന്നും അതിൽ അടിയുറച്ച് നിലകൊള്ളൽ ആവശ്യമാണെന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ കക്ഷികൾ ആ കക്ഷികളുടെ നിലപാടിച്ചതാണെന്നും മുസ്ലിം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആരാണ് ചെയ്തത്? സമസ്ത കേരള ജമിയത്തുൽ മഹാനവറുകൾ പറഞ്ഞ ക്രമത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാരെ കേരളത്തിലുണ്ട്. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാരോ അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിക്കും. അതല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാതെ മറ്റൊരു സംഘടനയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വേണമെങ്കിൽ സമസ്തയിലെ വിരോധികൾ ആ കള്ളശൈഖന്മാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ എതിർക്കാൻ കഴിയുകയാണ് ആ കാലത്തൊക്കെ ചെയ്തത്. ആലോചിച്ച് നോക്കൂ. തനി ഹൈന്ദവ സിദ്ധാന്തങ്ങളായ അദ്വൈത സിദ്ധാന്തങ്ങളും പുനർജന്മവാദവുമായി വരുന്ന കള്ളശൈഖന്മാരെയും കൂട്ടുപിടിച്ച് സമസ്തയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപ്പെട്ടു എന്നത് പരമാർത്ഥമാണ്. ഞാൻ അവരുടെ പേരുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതില്ല കേട്ടോ. ഇതെല്ലാം തന്നെ മഹാനവറുകൾ ദീർഘദർശനം ചെയ്ത് ഉണർത്തിയിട്ടുള്ളതിന്റെ ഫലമാണ്.
ദുആ ചെയ്തതിൻ്റെ ആ ദുആയുടെ ബർക്കത്തും ആണ്. ആ നിലക്ക് നോക്കൂ നിങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സ്കൂളുകളിൽ വെച്ച് മതപഠനം പാടില്ല എന്ന് പാസ്സാക്കി കേരളത്തിൽ 50% അത് അനുഗ്രഹമാക്കി തീർത്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ പ്രഖ്യാപനം ഒരു അനുഗ്രഹമാക്കി സമുദായത്തിന് എല്ലാ പ്രദേശങ്ങളിലും മദ്രസ കെട്ടിടങ്ങൾ ഉയർന്നു. സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് പാസ്സാക്കിയതിന്റെ ഫലമാണ്. പാടില്ല എന്ന് പാസ്സാക്കിയത് കൊണ്ട് മതപഠനം വേണ്ട എന്നല്ല, മതപഠനത്തിന് പ്രത്യേക കേന്ദ്രങ്ങൾ ഉണർന്നു. എൻ്റെ മാന്യ സ്നേഹിതൻ മുസ്ലിയാർ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. 6000-ൽ പരം മദ്രസകളിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട രീതിയിൽ 6000-ൽ പരം മദ്രസകളിൽ സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ശരിക്കും മുറച്ച് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയും ആണ്. അതിന് യഥാർത്ഥത്തിൽ എത്ര ചെലവ് വരും? അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ നിലനിർത്താൻ വേണ്ടി എത്ര ഭാരിച്ച ചുമതലയാണ് അതിന് വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു സ്ഥലത്തും ഒരു ഭിന്നിപ്പും ഇല്ലാതെ വന്നു. ഒരു അല്പനിമിഷത്തേക്ക് നിങ്ങൾ അല്പം ചിന്തിക്കണം. ഇതെല്ലാം എത്ര മഹത്തായ സേവനങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചിട്ടയോട് കൂടിയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഈ ഘടകങ്ങളുടെയും നടത്തിപ്പാണ് അതിന് കാരണം. അങ്ങനെ ഈ മഹത്തായ സമസ്തയുടെ ഈ നേട്ടം, ആ നേട്ടം കണ്ട് അസൂയാലുക്കളായ ചില ജനങ്ങൾ തലവും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്തിൽ ഉള്ള ബാത്തിൽ, ആ ബാത്തിൽ തലമുക്കൽ ഹസദിൽ നിന്നാണ്. ഏത് ബാത്തിലാവട്ടെ ആ ബാത്തിൽ തലമുക്കാൻ അതിൻ്റെ ബുദ്ധി ഹസദാണ്. ആലോചിച്ച് നോക്കൂ, ഏത് ബാത്തിലായി ആ ബാത്തിലിന്റെ തലമുക്കാൻ ഉള്ള അസിൽ ബുദ്ധി, ആ ബുദ്ധി എന്തായിരിക്കും എന്നാൽ ഹസദ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി ബഹുമാനിച്ചു. ആ കാര്യത്തിൽ ജഅലതാക്കപ്പെട്ട ഇബ്ലീസുലൈനെ ഹസദായി. അന ഖൈറുൻ മിൻഹു, ഞാനാണ് യോഗ്യൻ പറഞ്ഞോ. കണ്ടോ, ഞാനാണ് അതിന്റെ യോഗ്യൻ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നു. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ ആ രാജ്യക്കാർ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ രാജസ്ഥാനം നൽകി, നേതൃസ്ഥാനം നൽകി, മുടി ചൂടാം കിരീടം വെക്കാൻ ഒരുപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നപ്പോൾ അവനെ അത് സൗകര്യപ്പെട്ടില്ല. അത് കാരണമായി ഹസദായി. കണ്ടോ, അങ്ങനെ ലോകത്തിൽ ഏത് സാധനം ബാത്തിൽ, ഏത് ബാത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധി ഹസദായി. പക്ഷേ നാം അതിനെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം അത് ലോകത്തിന്റെ നിയമമാണ്. എതിർത്തിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സൃഷ്ടിക്കാതിരുന്നുകൂടെ ചെയ്യാം. പക്ഷേ ഈ ലോകത്തിന്റെ ഘടന ആ രീതിയിൽ അല്ല. അതുകൊണ്ട് അവനെ സൃഷ്ടിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വല്ല മംഗലവും സിദ്ധിച്ചോ? ഒന്നും സിദ്ധിച്ചിട്ടില്ല, സിദ്ധിക്കുകയുമില്ല. ആലോചിച്ച് നോക്കാം. അതേ നിരക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മഹത്തായ പ്രവർത്തനത്തിൽ അസൂയ കൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ഒരു എതിർ സംഘടന രൂപീകരിച്ചു. അഖില കേരള ജമിയത്തുൽ ഉലമ എന്നൊരു എതിർ സംഘടന. അതിന് കുറെ നേതാക്കൾ, അന്ന് അറിയപ്പെട്ട വലിയ നേതാക്കളാണ് അവര്. ദൈവബന്ധനും മറ്റും പോയി പാസ്സായി ഇവിടെ വന്ന് വേലൂരിലൊക്കെ മുദ്ദരിസായി ഒക്കെ ഉള്ള ആളുകളാണ്. അതെന്താ, ഞാനൊരു കാലത്ത് വേലൂർ മുദ്ദരിസായിരുന്നു. അപ്പോ വേലൂർ മുദ്ദരിസായ ആൾ വേറെ ഉണ്ട് എന്ന് വെച്ചാൽ
ഇതിൽ നോക്കണം. അങ്ങനത്തെ ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ നേതൃസ്ഥാനം. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല അതിനെ സംബന്ധിച്ച്. കാരണം എന്താണ്? നിയമം ആണ്. അല്ലാഹുവിന്റെ നിയമം ഈ ലോകത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനെ തടസ്സം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എത്ര വലിയ മഹാനാണ് ആലോചിച്ച് നോക്കൂ. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജമിന്റെ ഒരു കുത്തി ഏറ്റുകൊണ്ടാണ് അവസാനം വഫാത്തായത്. അതെന്തുകൊണ്ട്? നിയമമാണ്, ലോകത്തിന്റെ കരുണയുടെ നിയമമാണ്. അല്ലാഹുവിന്റെ തെളിവിൽ ഈ ലോകത്തിൽ ആ വിധത്തിൽ ആണ് നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പരമാർത്ഥവും ആണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാൻ? എത്ര വലിയ മഹാനാണ്! അബൂലുബുലത്തിന്റെ ഒരു കഷായത്തിൽ കുത്തുകൊണ്ടിട്ടാണ് അവസാനം വന്നത്. കണ്ടോ? അതെല്ലാം തന്നെ ഈ ലോകത്തിന്റെ കരുണയാണ്. ഈ ലോകത്തിന്റെ വ്യവസ്ഥ, അതിന്റെ കായിക, അതിന്റെ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച നിയമങ്ങൾ ആണ്. അവൻ വ്യവസ്ഥപ്പെടുത്തിയ വ്യവസ്ഥയും ആണ്. നാം അത് ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. ആലോചിച്ച് നോക്കൂ. കണ്ടോ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ വിടില്ല. മറ്റുള്ളവരെ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുവെങ്കിലും കൂടി ആ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം അതിന്റെ യഥാർത്ഥ രൂപം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കും. ബദർ യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനും വമ്പിച്ച വിജയം കൈവന്നു. യൗമുൽ ഫുർഖാൻ എന്ന് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹക്ക് ബാത്തിലിന്റെ ഇടയ്ക്ക് വേർതിരിഞ്ഞ ദിവസം എന്ന്. അത് കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും അവന്റെ വിഭാഗവും എന്ത് പറഞ്ഞു എന്നാൽ ഇനി നല്ലത് ഇതാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞുകൊണ്ടിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അടിയിൽ പ്രവേശിക്കാൻ ചെയ്തത്.